നമസ്കാരം. പാർട്ടി വിട്ടവരെ തിരിച്ചെടുക്കണമെന്നാണ് വി ജയരാജൻ്റെ ഇപ്പോഴത്തെ പുതിയ CPM സംസ്ഥാന സെക്രട്ടറിയോട് പറയാനുള്ളത്. പക്ഷേ അതിന് മറുപടിയായി CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ പറയുന്നത് അവരെല്ലാം ബൂർഷ്വാവാദികളാണ്, അതുപോലെ തന്നെ പാർട്ടി വർഗവഞ്ചകരാണ്, ചതിയന്മാരാണ്, ഇത്തരത്തിലുള്ളവരെ പാർട്ടിയിലോട്ട് തിരിച്ചെടുക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് എടുക്കുന്നത്. അപ്പം വി ജയരാജൻ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും കേൾവി തന്നെ നമുക്ക് മനസ്സിലാകുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പയ്യന്നൂർ, തളിപ്പറമ്പ് പോലത്തെ സ്ഥലങ്ങളിൽ പാർട്ടി വിട്ടവരെ യഥാർത്ഥത്തിൽ അവർ പാർട്ടിക്കാരാണെന്ന്, പാർട്ടിക്ക് പറ്റിയ തെറ്റിൻ്റെ ഭാഗമാണ് അവർ പാർട്ടി വിട്ടുപോയത് എന്നുള്ള കാര്യവും അതുകൊണ്ട് അവരെ തിരിച്ചെടുക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ വി ഗോവിന്ദൻ, നിലവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഇത് യാതൊരുവിധ കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ളതും മാത്രമല്ല അവരെല്ലാം പാർട്ടി വഞ്ചകരും ചതിയന്മാരും പാർട്ടിയെ ഇല്ലാണ്ടാക്കാൻ നിലവിലെ UDF അംഗം കൂടി, അതുകൊണ്ട് അവരെ യാതൊരു വിധ കാരണവശാലും തിരിച്ചെടുക്കില്ല എന്നുള്ള നിലപാടിലാണ്. അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായി. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി നിർത്തിയതെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കുമെന്നാണ്. ഒരു വൈകിയുള്ള ഒരു തെറ്റ് ഏറ്റു പറയുന്ന പോലെയാണ് അദ്ദേഹം. ഞങ്ങളിതെല്ലാം സ്വയം വിമർശനപരമായിട്ട് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവിടെയും ഇവിടെയെല്ലാം ഓരോ ചാനലിലായിട്ട് സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. അത് ഞാനതാ പറഞ്ഞത്, ഞങ്ങളിത് പറഞ്ഞാണ് ഇതല്ലെന്നും. പിന്നെ ആദ്യം പറഞ്ഞിരുന്നത് വേറെ പ്രശ്നം. പാർട്ടി നേതാക്കൾ പറയുന്നത് പാർട്ടി നേതാവിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. അത് തെറ്റ് തിരുത്തിയാൽ ഈ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കുമല്ലോ, അതിനെന്താ സംശയമുള്ളത്? പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന TK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞികൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. ആ ശക്തിയായി തുടരുന്ന ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഒരു പൊതു നിയമം, എല്ലാവർക്കും ബാധകമായിട്ടുള്ള, ലോകത്തെ എല്ലാവർക്കും ബാധകമായിട്ടൊരു നിയമം തിരുത്തിയാൽ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പാർട്ടിയുടെ സ്വയം വിമർശനപരമായി തന്നെ പറഞ്ഞു പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വം തെറ്റുപറ്റി. അപ്പൊ തെറ്റ് പറ്റിയത് പാർട്ടിക്കാണ്. എങ്ങനെയാണ് കുഞ്ഞികൃഷ്ണൻ പോലുള്ള ആളുകൾ ഇനി തെറ്റിതിരുത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നത്? അല്ല, തെറ്റിതിരുത്തി അതിന്റെ ഒരു ഭാഗം അതും ഇതും തമ്മിൽ കൂട്ടിക്കൊടുക്കണ്ട. കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചു എന്ന് പറയുന്നത് UDF ഭാഗമായിട്ടാണ്. TK ഗോവിന്ദൻ മത്സരിച്ചു എന്ന് പറയുന്നത് UDF ഭാഗമായിട്ടാണ്. രണ്ടാളും UDF ആയിട്ട് മാറിയിരിക്കുകയാണ്. സുധാകരനും UDF ആയിട്ട് മാറിയിരിക്കുകയാണ്. ആ കാര്യം കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ റിവ്യൂ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓരോരുത്തരും അവിടെയും ഇവിടെയൊക്കെ ഓരോ ചാനലിലും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ പറയുന്നതിന് ഓരോന്നിനെയും എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു വെച്ചതാണ്. അവിടെയാണ് ഞങ്ങൾ റിവ്യൂ അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ MA-ബേബിയുടെ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു എതിർച്ചേരി ഉയർന്നു വരുന്നു, അസംബന്ധം പറയുകയാണ്. അപ്പം ഇത്തരത്തിൽ CPM-നുള്ളിൽ തന്നെ നിലവിൽ രണ്ട് തരത്തിലുള്ള വാദങ്ങളുണ്ട്. ഒന്ന്, പാർട്ടി വിട്ടുപോയവരെ യഥാർത്ഥത്തിൽ പാർട്ടി ജയിക്കുമായിരുന്ന പല സ്ഥലത്തും ഇത്തരത്തിൽ ബാങ്ക് അട്ടിമറിയുടെ പേരിൽ അഴിമതി ആരോപിക്കപ്പെട്ട പല നേതാക്കന്മാരും മത്സരത്തിൽ നിൽക്കുന്നു. മറുവശത്ത് PK ശ്യാമളയെ പോലത്തെ നേതാക്കന്മാർ നിൽക്കുന്നു. ഇത്തരത്തിൽ യാതൊരുവിധ വിജയസാധ്യതയും ഇല്ലാത്ത പാർട്ടിക്കെതിരെയുള്ള തോൽവിയിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കന്മാരെ പലയിടത്തായി പാർട്ടി മത്സരിക്കാൻ നിർത്തിയതാണ് ഈ ഇലക്ഷന് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് ഇപ്പോൾ പാർട്ടിയിലെ പല നേതാക്കന്മാരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കാത്ത നേതാക്കന്മാർ രണ്ട് പേരേ ഉള്ളൂ. നിലവിലെ പാർട്ടിയുടെ LDF CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദനും നിലവിലെ CPM-ന്റെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും. ഈ രണ്ടുപേരൊഴികെ ബാക്കി പാർട്ടിയിലെ ഒട്ടുമിക്ക നേതാക്കന്മാർക്കും പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിൻ്റെ കൃത്യം അവലോകനം പലതരത്തിലുള്ള റിവ്യൂ മീറ്റിംഗ്സ് അവർ താഴെത്തട്ട് മുതൽ നടത്തിയിട്ടുണ്ട്. അതിലിപ്പം ബ്രാഞ്ച് സെക്രട്ടറി മുതൽ, ബ്രാഞ്ച് കമ്മിറ്റി മുതൽ, ഏരിയ കമ്മിറ്റി മുതൽ, പിന്നെ അങ്ങോട്ട് ലോക്കൽ കമ്മിറ്റി, അവിടുന്ന് അങ്ങോട്ട് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ പോലത്തെ പല തട്ടുകളിലായിട്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ള കൃത്യമായ വീക്ഷണം നടത്തുമ്പോൾ അതിൽ കൃത്യമായി അവർക്ക് കിട്ടിയ ഒരു സാധനമുണ്ട്. കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അല്ല പലയിടത്തും പാർട്ടി നിർത്തിയത് എന്നുള്ള കാര്യമാണ്. അപ്പം ഇത്തരത്തിലെല്ലാം കൂടി നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ തോൽവിക്കുള്ള പ്രധാന ഉത്തരവാദി ഈ പറഞ്ഞ പോലെ അന്ന് പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന, ഇപ്പോഴും നിയന്ത്രിക്കുന്ന രണ്ട് വ്യക്തികളാണ് പിണറായി വിജയനും വി ഗോവിന്ദനും. പക്ഷെ അവർ രണ്ടുപേരും ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ നിമിഷം വരെ ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടി തോറ്റത് അവരാണെന്നുള്ളത് യാതൊരുവിധ കാര്യങ്ങളും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM എങ്ങനെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി
എക്കാലത്തും CPM ഭരിച്ചിരുന്നത്. ഇപ്പം പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയാവുമ്പം മറുവശത്ത് ഈ പറഞ്ഞ പോലെ കോടിയേരി ഉണ്ടാകുമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ നയവിദ്യാനം പാർട്ടിക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന് ഉണ്ടാകുമ്പോൾ കൃത്യമായി ആ വിഷയത്തിൽ കോടിയേരി ഇടപെടുമായിരുന്നു. മാത്രമല്ല പലതരത്തിൽ അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ അത് പിണറായി വിജയൻ ഇടപെടുമായിരുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും ദിശാബോധം തെറ്റി പാർട്ടി നീങ്ങുമ്പോൾ പാർട്ടി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കന്മാർ മുന്നണിയിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് നയവിദ്യാനം നടത്തുമ്പോൾ അവരെ കൃത്യമായി നിയന്ത്രിച്ചിരുന്ന പാർട്ടി സെക്രട്ടറിമാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യം മൊത്തം മാറിയിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി മൊത്തം ഒരാളിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നു. അതിൻ്റെ നേതാവായി പിണറായി വിജയൻ വരുന്നു. അദ്ദേഹം എന്ത് പറയുന്നു അതിന് വാലാട്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് തലയാട്ടുന്ന നേതാവ് മാത്രമായിട്ട് MV ഗോവിന്ദൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2016 ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ സർക്കാർ വരുന്നതും അന്ന് വലിയ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയാകുന്നു. മാത്രമല്ല കോവിഡ് വരുന്നു. ഇതിൻ്റെ അവസാനത്തിൽ കോവിഡ് വരുന്നു. മാത്രമല്ല പലതരം ഓക്കി വരുന്നു, ചുഴലിക്കാറ്റ്, അത്തരത്തിൽ നിപ്പ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായി സർക്കാർ നേരിടുന്നു. അതിൻ്റെ ഒരു ഭാഗമായി പിന്നീട് കേരളം മൊത്തം അവർക്കെതിരായി നിൽക്കുന്നു, UDF-നെതിരായി നിൽക്കുന്നു. 99 സീറ്റുമായി LDF വീണ്ടും അധികാരത്തിലേറ്റുന്നു. അപ്പം പലപ്പോഴും പലവട്ടം പല പാർട്ടികളും ഈ പറഞ്ഞ പോലെ ഏകാധിപത്യം, നമ്മൾ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1885 കോൺഗ്രസ് ആദ്യമായി ഇയോൺ ഹ്യൂം ഈ പറഞ്ഞ പോലെ പാർട്ടി രൂപീകരിക്കുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാരനായിരുന്നു. എന്നിരുന്നാൽ പോലും പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ കൃത്യമായ പങ്ക് വഹിച്ച ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പിന്നീട് അവിടുന്ന് കോൺഗ്രസിൻ്റെ ഏതൊരു ചരിത്രം എടുത്തു കഴിഞ്ഞാലും അത് 100 വർഷം, അതായത് ഒരു ആണ്ട് വരെ നിലനിൽക്കുന്ന ഒരു ഐഡിയോളജി ഏതൊരു പാർട്ടിക്കും ഉണ്ടാകും. അവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 1985 കോൺഗ്രസ് കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പിളർപ്പും 1975 ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയും അവിടുന്ന് അങ്ങോട്ട് പാർട്ടി പലതരത്തിലുള്ള പിളർപ്പിലോട്ട് പോകുന്നു. AI ഗ്രൂപ്പുകൾ പലതരത്തിലുള്ള ഗ്രൂപ്പിലോട്ട് പോകുന്നു. അപ്പം അവിടുന്ന് അങ്ങോട്ടാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ശിഥിലീകരിച്ച് പാർട്ടി ഇല്ലാണ്ടാവുന്നത്. അപ്പം അത്തരത്തിൽ 1925 ഈ പറഞ്ഞ പോലെ CPI എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. 2025 ആകുമ്പോഴേക്കും CPI നാമാവശേഷമാകുന്നു. CPM വലിയ തരത്തിലുള്ള ശക്തിയായി കേരളത്തിൽ മാറുന്നു. അപ്പം ഇത്തരത്തിൽ പോകുമ്പം ഓരോ പാർട്ടിക്കും അതിൻ്റെ അതിശയം ഉണ്ടാവുന്നുണ്ട്, ഇല്ലാണ്ടാവുന്നുണ്ട്. തുടർച്ചയായി ഏകദേശം വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അപ്പം ആ കോൺഗ്രസ് ഇല്ലാണ്ടാകുന്നു. അതേ അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ CPM. പക്ഷേ ഒരു പൂർണ്ണമായ ഒരു ഏകാധിപത്യ രീതിയിലോട്ട് പാർട്ടി മുഴുവനായി പോയി എന്നുള്ളതാണ്. 2016 വലിയ തരത്തിലുള്ള നല്ല സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടി വീണ്ടും ഭരണത്തിൽ വരുന്നു. 2021 ഈ പറഞ്ഞ പോലെ 99 പരം സീറ്റുമായിട്ട് CPM ഇടതുപക്ഷം അതായത് LDF രംഗത്ത് വരുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള പാർട്ടിയുടെ നയവ്യത്യാസം പിന്നീട് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഒരു തരത്തിലും പിന്നെ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു. പിണറായി വിജയൻ ആരെങ്കിലും കറുത്ത ഡ്രസ്സ് ഇട്ടാൽ അതിനെതിരെ പ്രശ്നം വരുന്നു, അവരെ ജയിലിലാകുന്നു, കറുത്ത മാസ്ക് ഇട്ടവരെ പ്രശ്നത്തിലാകുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ അവസാനം ഈ ഇലക്ഷനിൽ ക്യാമ്പയിനിങ് നടന്നപ്പോൾ പാർട്ടിയിലെ മറ്റ് നേതാക്കന്മാരുടെ ഫോട്ടോ വെക്കാതെ സ്വന്തം മുന്നണിയിലെ CPI പോലും പട്ടി വില ഏൽപ്പിച്ച് അത്രമാത്രം വില കൊടുത്ത് കാണുന്ന CPM പിന്നീട് ചെയ്ത അവരുടെ ക്യാമ്പയിനിങ് LDF ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാമ്പയിനിലും പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ച് മാത്രമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ച് മാത്രം ഇലക്ഷൻ നേരിട്ടിട്ട് ആ തോൽവി വന്നപ്പം ഈ പറഞ്ഞ പോലെ അതിന് ഉത്തരവാദി പിണറായി അല്ല എന്നുള്ള കാര്യമാണ് പിന്നീട് പാർട്ടി കണ്ടുപിടിച്ചത്. എന്തായാലും ഇപ്പം ഈ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് പാർട്ടി വിട്ട പല നേതാക്കന്മാർ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് MV രാഘവനെ പോലുള്ള നേതാക്കന്മാർ പറയുമ്പോൾ അത് MV ഗോവിന്ദനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയമെല്ലാം എങ്ങനെ പോകും എന്നുള്ളതും ഏതൊക്കെ വിഷയം ഇനി എങ്ങനെയൊക്കെ മുന്നണിക്കുള്ളിൽ ചർച്ചാ വിഷയമാകും എന്നുള്ളതും പാർട്ടി വിട്ടുപോയവർ തിരിച്ചു കൊണ്ടുവരാൻ പാർട്ടിക്ക് സാധിക്കുമോ എന്നുള്ളതും അഥവാ സാധിച്ചാൽ തന്നെ അവർ വരുമോ എന്നുള്ള വലിയ തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം ഇതിനെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലായിരിക്കും കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് CPM-ൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ, LDF-ൻ്റെ രാഷ്ട്രീയം നീങ്ങുക എന്നുള്ളത്.